മോഷണം നടത്തുന്ന മൂന്നംഗ നാടോടി സംഘം പിടിയിലായി. തമിഴ്നാട് സ്വദേശികളായ നാടോടി സ്ത്രീകളാണ് അറസ്റ്റിലായത്. കാഞ്ഞിരപ്പള്ളി എരുമേലി റൂട്ടിലോടുന്ന ബസ്സുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നതിനിടെയാണ് ഇവർ വലയിലായത്. തമിഴ്നാട് രാമനാഥപുരം ഏർവാടി സ്വദേശികളായ ഇസൈക്കമ്മാൾ, മിനിയമ്മ, നന്ദിനി എന്നിവരെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. കാഞ്ഞിരപ്പള്ളി എരുമേലി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിലാണ് വെള്ളിയാഴ്ച മോഷണം നടന്നത്. യാത്രക്കിടയിൽ 3 സ്ത്രീകളുടെ പണമടങ്ങിയ പേഴ്സ് അടക്കമാണ് സംഘം അപഹരിച്ചത്. ഒരാൾ മോഷ്ടിച്ച പണം അടിവസ്ത്രത്തിനുള്ളിലേക്ക് മാറ്റുന്നത് ചില യാത്രക്കാരും കണ്ടക്ടറും കണ്ടിരുന്നു. ഇവർ ബഹളം വെച്ചതോടെയാണ് പലരുടെയും പണം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. കാഞ്ഞിരപ്പള്ളിയിലെ റാണി ആശുപത്രി പടിക്കലെത്തിയപ്പോൾ നാടോടി സ്ത്രീകൾ പണം വലിച്ചെറിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമം നടത്തി. എന്നാൽ നാട്ടുകാർ ഇവരെ തടഞ്ഞു വെച്ച ശേഷം പോലീസ് എത്തിയപ്പോൾ അവർക്ക് കൈമാറുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ബസ് യാത്രക്കിടെ സ്വർണം നഷ്ടപ്പെട്ട സ്ത്രീ നാടോടി സ്ത്രീകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അന്തർ സംസ്ഥാന സ്വർണ്ണ തട്ടിപ്പ് സംഘത്തിലെ 2 വനിതകൾ കൊച്ചിയിൽ പിടിയിലായി. കോതമംഗലത്ത് നിന്ന് സ്വർണം തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. മുഖ്യപ്രതികൾ നേരത്തെ അറസ്റ്റിലായിരുന്നു. കൊച്ചി ബ്യൂറോയുടെ റിപ്പോർട്ട്. കോതമംഗലം JJ ഗോൾഡ് ജ്വല്ലറിയിൽ നിന്ന് ഡിസംബർ 1 വൈകിട്ട് ഉടമയെ കബളിപ്പിച്ച് 1 കിലോയോളം സ്വർണമായിരുന്നു മോഷണ സംഘം തട്ടിയെടുത്തത്. അന്തർ സംസ്ഥാന മോഷണ സംഘത്തിൽപ്പെട്ടവരാണ് അറസ്റ്റിലായ 2 പേരും. മുംബൈ പോലീസിന്റെ സഹായത്തോടെയാണ് ഇരുവരെയും പിടികൂടിയത്. കേസിലെ മുഖ്യപ്രതികളായ രാംചന്ദ് ജാദവ്, പാണ്ഡുരംഗ് ഗണപത് പവാർ എന്നിവരെ കഴിഞ്ഞ ചൊവ്വാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ 4 പേരും ബന്ധുക്കളാണ്. കോതമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ സജീവ്. അവർ ബാലൻസ് നമുക്ക് റിക്കവറി ലഭിക്കാനുള്ള സ്വർണവും അവരിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഏതാണ്ട് 99% സ്വർണവും നമ്മൾ ഈ കേസിലേക്ക് റിക്കവർ ചെയ്തിട്ടുണ്ട്. മുഖ്യപ്രതികളായ രാംചന്ദ്, പാണ്ഡുരംഗ് എന്നിവരിൽ നിന്ന് 574 ഗ്രാം സ്വർണം കണ്ടെടുത്തിരുന്നു. ബാക്കി സ്വർണം മാലത്തിൽ നിന്നും ജോൽസണിൽ നിന്നുമാണ് കണ്ടെടുത്തത്. കവർച്ചാ സംഘം എത്തിയ ടാക്സി ഡ്രൈവർ പോലീസ് പുറത്തുവിട്ട രേഖാചിത്രം തിരിച്ചറിഞ്ഞതാണ് വഴിത്തിരിവായത്. ടാക്സി ഡ്രൈവർ നൽകിയ മൊബൈൽ ഫോൺ നമ്പറാണ് പ്രതികളെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത്. 2 സ്ത്രീകളെയും തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. IS തീവ്രവാദ സംഘടനയുടെ ആശയപ്രചരണത്തിനുള്ള ട്വിറ്റർ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്ന മെഹദിയെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ കുറ്റം സമ്മതിച്ചതായി ബംഗളൂരു പോലീസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പശ്ചിമബംഗാൾ സ്വദേശിയായ മെഹദി എഞ്ചിനീയർ ബിരുദധാരിയാണെന്നും പോലീസ് പറയുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന തീവ്രവാദ സംഘടനയുടെ ട്വിറ്റർ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്ന മെഹദിയെ കഴിഞ്ഞ ദിവസം രാത്രിയോടെ ബാംഗ്ലൂർ പോലീസ് പിടികൂടി. ബംഗാൾ സ്വദേശിയും എഞ്ചിനീയറിംഗ് ബിരുദധാരിയുമായ മെഹദി മസ്രൂർ ബിശ്വാസ് മാനുഫാക്ചറിംഗ് കമ്പനിയിൽ എക്സിക്യൂട്ടീവായി ജോലി ലഭിച്ച് 2012 ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാക്കിയത്. അന്നു മുതൽ സ്വന്തം ട്വിറ്റർ അക്കൗണ്ടിലൂടെ ISനു വേണ്ടി ആശയപ്രചാരണം നടത്തുന്നു. ട്വിറ്ററിലൂടെ തീവ്രവാദികളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മെഹദിയുടെ ട്വീറ്റുകൾ ഇന്ത്യയിൽ നിന്നും യുവാക്കളെ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ സഹായകരമായിരുന്നുവെന്ന് ബാംഗ്ലൂർ പോലീസ് അറിയിച്ചു. എന്നാൽ നേരിട്ട് ഇതുവരെ തീവ്രവാദ ആക്രമണങ്ങളൊന്നും മെഹദി ഉൾപ്പെട്ടിട്ടില്ല. പൗരസ്ത്യ മേഖലകളിലെ ഹിന്ദി സംസാരിക്കുന്ന തീവ്രവാദികളുമായി മെഹദി നിരന്തരം ആശയവിനിമയം നടത്താറുണ്ട്. അറസ്റ്റിലായ ഇയാൾ കുറ്റം സംബന്ധിച്ചതായി പോലീസ് വ്യക്തമാക്കി. തീവ്രവാദികൾക്കെതിരെ ചുമത്തുന്ന UAPA ചട്ടവും IT ആക്ടിലെ വിവിധ വകുപ്പുകൾ പ്രകാരവുമാണ് മെഹദിക്കെതിരെ FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജോലിക്ക് ശേഷം ലഭിക്കുന്ന സമയത്താണ് ഇസ്ലാമിക് തീവ്രവാദ സംഘടനയുടെ ട്വിറ്റർ കൈകാര്യം ചെയ്യുക. പശ്ചിമബംഗാൾ വൈദ്യുതി വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്ന പിതാവ് 10 വർഷം മുമ്പ് വിരമിച്ചിരുന്നു. 2 സഹോദരിമാർ ഇപ്പോഴും ബംഗാളിലാണ്. ISന്റെ ട്വിറ്റർ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന വിവരം മെഹദി തന്നെ ഒരു ബ്രിട്ടീഷ് ചാനലിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇതോടുകൂടിയാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം ഇയാൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചതും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോഴിക്കോട് പെൺവാണിഭ സംഘത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ബംഗ്ലാദേശി പെൺകുട്ടിയെ സ്വദേശത്തേക്ക് അയക്കുന്നതിനായി പോലീസിന് കൈമാറി. ജുവനൈൽ ജസ്റ്റിസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടറാണ് പെൺകുട്ടിയെ കൈമാറിയത്. 2 ദിവസത്തിനകം കുട്ടിയെ ബംഗ്ലാദേശിലെത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കും. പെൺവാണിഭ സംഘത്തിന്റെ കയ്യിലകപ്പെട്ടാണ് ബംഗ്ലാദേശി സ്വദേശിയായ പെൺകുട്ടി കോഴിക്കോട്ടെത്തിയത്. ഗർഭിണിയായ പെൺകുട്ടിയെ പെൺവാണിഭ സംഘം പിന്നീട് വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം വൈദ്യപരിശോധനയ്ക്ക് ശേഷം പെൺകുട്ടിയെ ജില്ലാ കളക്ടറുടെ മുന്നിൽ ഹാജരാക്കി. പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പോലീസ് പെൺകുട്ടിയെ നാട്ടിലെത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ പൂർത്തിയാക്കുമെന്നും കളക്ടർ പറഞ്ഞു. ബംഗ്ലാദേശി നാഷണലിന് നമ്മൾ പോലീസിന് കൈമാറുകയാണ്. നിയമപ്രകാരം പോലീസ് അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്ത് അവരെ അവരുടെ സ്വദേശത്തേക്ക് ഡിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. കുട്ടിയെ നാട്ടിലെത്തിക്കുന്നതിനുള്ള ചെലവ് സർക്കാർ വഹിക്കും. പോലീസ്, ആരോഗ്യ വകുപ്പുകളിലെ ജീവനക്കാരുടെ സംഘവും യാത്രയിൽ പെൺകുട്ടിയോടൊപ്പം ഉണ്ടാവും. ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പെൺകുട്ടിയെ അതിർത്തിയിൽ വെച്ച് ബംഗ്ലാദേശ് സർക്കാരിന്റെ പ്രതിനിധികൾക്ക് കൈമാറും. കഴിഞ്ഞ മെയ് 12 പെൺകുട്ടി താമരശ്ശേരി പോലീസിന്റെ പിടിയിലായത്. തുടർന്ന് പാസ്പോർട്ട് നിയമം ലംഘിച്ചതിന്റെ പേരിൽ കേസെടുത്ത് പെൺകുട്ടിയെ ജില്ലാ ജയിലിലേക്ക് അയച്ചു.
പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ജില്ലാ ജയിലിലേക്ക് അയച്ചത് വിവാദമായതോടെ പിന്നീട് വെള്ളിമാടുകുന്ന ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റുകയായിരുന്നു. പെൺകുട്ടിക്കെതിരായ കേസ് പിൻവലിക്കാൻ നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നു. പെൺകുട്ടിയെ പീഡിപ്പിച്ച് വഴിയിലുപേക്ഷിച്ച സംഭവത്തിൽ ഉന്നത ഇടപെടലിനെ തുടർന്ന് പോലീസ് അന്വേഷണം അട്ടിമറിക്കുകയായിരുന്നുവെന്ന് നേരത്തെ ആരോപണമുയർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ടെൻഡറില്ലാതെ ടോൾ പിരിക്കാൻ അനുമതി നൽകി ലക്ഷങ്ങളുടെ വെട്ടിപ്പ്. കാസർഗോഡാണ് കരാർ കമ്പനിയെ സഹായിക്കാൻ അധികൃതർ ഒത്താശ ചെയ്യുന്നത്. കാസർഗോഡ് നിന്ന് സണ്ണി ജോസഫിന്റെ. കാസർഗോഡ് പടന്നക്കാട് ദേശീയപാതയിൽ റെയിൽവേ മേൽപ്പാലം ടോൾ പിരിവിനുള്ള ടെൻഡർ കാലാവധി കഴിഞ്ഞ മാർച്ച് 31 അവസാനിച്ചതാണ്. കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ സ്ഥാപനമാണ് ടോൾ പിരിവിന്റെ കരാർ ഏറ്റെടുത്തിരുന്നത്. ടെൻഡർ പ്രകാരം പ്രതിദിനം 2,20,000 രൂപയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് നൽകി വന്നിരുന്നത്. എന്നാൽ മാർച്ച് 31 ടെൻഡർ കാലാവധി പൂർത്തിയാകുമെന്ന് അറിയാമായിരുന്നിട്ടും പുതിയ ടെൻഡറിന് അപേക്ഷ ക്ഷണിക്കാൻ ഹൈവേ അതോറിറ്റി നടപടി സ്വീകരിച്ചില്ല. നിലവിലുള്ള കരാറുകാരന് 3 മാസത്തേക്ക് ട്രയൽ ടോൾ പിരിവ് നടത്താൻ അനുമതി നൽകി. ട്രയൽ ടോൾ പിരിവ് നടത്തുമ്പോൾ പ്രതിദിനം 2,20,000 രൂപ നൽകുന്നതിനു പകരം പിരിഞ്ഞു കിട്ടുന്ന തുകയാണ് ഹൈവേ അതോറിറ്റിക്ക് ലഭിക്കുക. അതും പിരിവ് നടത്തുന്നതിനുള്ള ചെലവ് കഴിച്ച് ബാക്കി തുക നൽകിയാൽ മതി. ട്രയൽ ടോൾ പിരിവ് പിന്നീട് 2 തവണ കൂടി ഇതേ കരാറുകാരന് നീട്ടി നൽകി. വൻ വെട്ടിപ്പിന് അവസരമൊരുക്കുന്ന നടപടിയാണിതെന്ന് ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കെ മണികണ്ഠൻ പറഞ്ഞു. ഇപ്പോൾ പുതിയ ടെൻഡർ നടപടികൾ ആരംഭിച്ചില്ല. അത് 9 മാസക്കാലമായി ട്രയൽ പിരിവായി തുടർന്നു പോകുന്ന സ്ഥിതിയാണുണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. എത്ര കണ്ട് അത് നീണ്ടുപോകുന്നോ അത്ര കണ്ട് ടോൾ പിരിക്കുന്ന നടപടിയും നീണ്ടുപോയിക്കൊണ്ടിരിക്കും. അത് ജനങ്ങൾക്കാണ് അതിൻ്റെ വലിയ നഷ്ടം ഉണ്ടാകുക. ഖജനാവിനാണ് ഇതിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഏറ്റുവാങ്ങേണ്ടി വരിക. ഈ ടെൻഡർ പിരിച്ചെടുക്കുന്ന ആ സ്വകാര്യ ഏജൻസിക്ക് വലിയ രീതിയിലേക്കുള്ള സാമ്പത്തിക നേട്ടമാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. നേരത്തെ ഏകപക്ഷീയമായി മുംബൈയിലെ സ്വകാര്യ സ്ഥാപനമായ കൊണാർക്കിന് പ്രതിമാസം 1,10,000 രൂപയ്ക്ക് നൽകിയ ടെൻഡർ നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ നടത്തിയ പ്രക്ഷോഭത്തെ തുടർന്നാണ് റീടെൻഡറിലൂടെ പ്രതിദിനം 2,20,000 രൂപയായി ടോൾ ടെൻഡർ ഉയർത്താനായത്. റീടെൻഡറിലൂടെ 1,10,000 നിന്ന് ടോൾ ടെൻഡർ തുക പ്രതിദിനം 2,20,000 രൂപയായി ഉയർത്താൻ സാധിച്ചത്. ടെൻഡർ നീട്ടിക്കൊണ്ടുപോയി വീണ്ടും വെട്ടിപ്പിന് അവസരമൊരുക്കിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇതിന്റെ ഫലമായി മേൽപ്പാലത്തിന്റെ ടോൾ പിരിവ് കാലാവധി വർഷങ്ങളോളം നീണ്ടുപോകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാലിദ്വീപിൽ തടങ്കലിൽ കഴിയുന്ന മകനെ മോചിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് മൊകേരിയിലെ ജാനകിയമ്മ നിവേദനവുമായി മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തി. ബന്ധുക്കളുടെ സഹായത്തോടെയാണ് ജാനകിയമ്മ മുഖ്യമന്ത്രിയെ കാണാനെത്തിയത്. പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഈറനണിഞ്ഞ കണ്ണുകൾ. ആൾക്കൂട്ടത്തിനിടയിൽ കസേരയിലിരിക്കുമ്പോൾ മുഖം നിറയെ പ്രിയപ്പെട്ട മകനെ കാത്തിരിക്കുന്ന വേദന. ഈ അമ്മ തൻ്റെ മകനെ തിരിച്ചു തരാൻ ആവശ്യപ്പെടുകയാണ്. പരസഹായം കൂടാതെ എഴുന്നേറ്റ് നടക്കാൻ പോലുമാകാത്ത ജാനകിയമ്മ മുഖ്യമന്ത്രി എത്തുന്നതറിഞ്ഞ് അതിരാവിലെ കിലോമീറ്ററുകൾ താണ്ടി കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലെത്തിയിരുന്നു. മാലിദ്വീപിൽ കഴിഞ്ഞ ഏപ്രിലിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ചുവെന്നാരോപിച്ച് അധ്യാപകനായ ജയചന്ദ്രൻ അറസ്റ്റിലായതു മുതൽ ജാനകിയമ്മയും കുടുംബാംഗങ്ങളും മുട്ടാത്ത വാതിലുകളില്ല. വിചാരണ പൂർത്തിയാകാനിരിക്കുന്ന കേസിൽ ജയചന്ദ്രനെതിരെ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചുമത്താനുള്ള നീക്കം നടക്കുന്നതിനിടെയാണ് ജയചന്ദ്രന്റെ മക്കളായ കാർത്തികയ്ക്കും അഭിജിത്തിനും ബന്ധുക്കൾക്കുമൊപ്പം ജാനകിയമ്മ മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തിയത്. ഏട്ടനെ കാണാൻ വേണ്ടി അമ്മ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മോനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ. എല്ലാവരുടെയും സഹായം കൊണ്ട് ജയേന്ദ്രനെ പെട്ടെന്ന് മോചിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ജയേന്ദ്രനെ കാത്തു നിൽക്കുന്ന അമ്മയാണ് ഇവിടെ നിൽക്കുന്നത്. ജയചന്ദ്രന്റെ മോചനം ആവശ്യപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയത്തിന് പരാതി നൽകാൻ ഭാര്യ ജ്യോതി ഡൽഹിയിലാണുള്ളത്. നിവേദനം പരിശോധിച്ച് പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടാമെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉറപ്പു നൽകി. പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഹൈക്കമ്മീഷണറുടെയും സഹായം തേടും. ജയചന്ദ്രന്റെ മോചനത്തിനായി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം നടത്താൻ നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വർഷങ്ങളായി ഇന്ത്യ തിരയുന്ന അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിനെ വധിക്കാനുള്ള ദൗത്യത്തിൽ നിന്ന് അവസാന നിമിഷം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ പിന്മാറിയെന്ന് റിപ്പോർട്ട്. ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഉന്നത കേന്ദ്രം ഇടപെട്ടതോടെ റോ ലക്ഷ്യം ഉപേക്ഷിച്ചെന്ന് ദേശീയ മാധ്യമം വെളിപ്പെടുത്തുന്നു. 1993 മുംബൈ സ്ഫോടനത്തെ തുടർന്ന് പാകിസ്ഥാനിലെ കറാച്ചി താവളമാക്കിയാണ് അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിം പ്രവർത്തിച്ചു വന്നത്. ഇത് മനസ്സിലാക്കിയ റോ ഡിപ്പാർട്ട്മെന്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട 9 പേരടങ്ങുന്ന കമാൻഡോ സംഘം ദാവൂദിനെ ലക്ഷ്യം വെച്ച് ഓപ്പറേഷൻ ആസൂത്രണം ചെയ്യുകയായിരുന്നു. സംഘത്തിനുള്ള പാസ്പോർട്ട് സുഡാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് സംഘടിപ്പിച്ചത്. സൂപ്പർ ബോയ്സ് എന്ന് പേരിട്ട സംഘം 2013 കറാച്ചിയിൽ എത്തുകയും ചെയ്തു. സ്ഥിരമായി ദാവൂദിനെ നിരീക്ഷിച്ച സംഘം അദ്ദേഹം പതിവായി യാത്ര ചെയ്യുന്ന കറാച്ചിയിലെ ക്ലിപ്ടൺ റോഡിലെ വസതി മുതൽ ഡിഫൻസ് ഹൗസിംഗ് സൊസൈറ്റി വരെ നിരീക്ഷണത്തിലുമാക്കി. പിന്നീട് ദാവൂദിനെ വധിക്കാൻ സെപ്റ്റംബർ 13 എന്ന തീയതിയും നിശ്ചയിച്ചു. ദാവൂദിന്റെ കാറിനെ കുറിച്ചുള്ള വിശദാംശങ്ങളും വീഡിയോ ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകളും
യാത്രയുടെ വേഗവും കൂടെ കാണാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റും വരെ സംഘം തയ്യാറാക്കി. ഒടുവിൽ സെപ്റ്റംബർ 13 അവസാനഘട്ട ഓപ്പറേഷൻ നിമിഷത്തിൽ ഉന്നത കേന്ദ്രത്തിൽ നിന്ന് ദാവൂദിനു നേരെ ആക്രമണം നടത്തരുതെന്നാവശ്യപ്പെട്ട് റോയിക്ക് ഫോൺ കോൾ ലഭ്യമാവുകയായിരുന്നു. തുടർന്ന് സൂപ്പർ ബോയ്സ് ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങിയെന്നാണ് ദേശീയ മാധ്യമം ഉന്നത കേന്ദ്രത്തെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ദൗത്യം ഉപേക്ഷിക്കാൻ തക്കവിധം എന്തു സന്ദേശമാണ് സൂപ്പർ ബോയ്സിന് ലഭിച്ചതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ന്യൂസ് ഡെസ്ക്. പോലീസ് മോക്ക് ഡ്രില്ലിൽ ഇരയായി ജോലി നഷ്ടപ്പെട്ട ബിജു ജോലിയിൽ തിരികെ പ്രവേശിച്ചു. പോലീസ് ആസ്ഥാനത്ത് ബോംബ് വെച്ച് പ്രതിയായി ചിത്രീകരിക്കപ്പെട്ട ബിജുവിന്റെ ദുരവസ്ഥ പീപ്പിൾ ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത്. ജോലി തിരികെ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും പീപ്പിൾ ടിവിയോട് നന്ദിയുണ്ടെന്നും ബിജു പറഞ്ഞു. പോലീസ് ആസ്ഥാനത്തെ മോക്ക് ഡ്രില്ലിൽ ജോലി നഷ്ടപ്പെട്ട കിളിമാനൂർ സ്വദേശി ബിജു തിരികെ ജോലിയിൽ പ്രവേശിച്ചു. ബോംബ് ഭീഷണി സംഭവത്തിൽ പ്രതിയായി ചിത്രീകരിക്കപ്പെട്ട ബിജുവിന്റെ ദുരവസ്ഥ പീപ്പിൾ ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത്. സംഭവം വിവാദമായതോടെ പ്രശ്നത്തിൽ നിന്ന് തലയൂരാൻ പോലീസ് ഇടപെട്ടാണ് ബിജുവിന് ജോലി പുനഃസ്ഥാപിച്ചു നൽകിയത്. ജോലിയിൽ തിരികെ പ്രവേശിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ബിജു പറഞ്ഞു. ജോയിൻ ചെയ്തതിൽ സന്തോഷമുണ്ട്. എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. കൈരളി ബിപിക്കും മറ്റു മീഡിയകൾക്കും എല്ലാത്തിനും നന്ദിയുണ്ട്. വളരെ നന്ദി. ബിജുവിനൊപ്പം ജോലി നഷ്ടപ്പെട്ട സെക്യൂരിറ്റി ഏജൻസിയിലെ 18 സഹപ്രവർത്തകർക്കും ജോലി തിരികെ ലഭിച്ചു. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും പിന്നീട് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ലെന്ന് ബിജു പറയുന്നു. പിന്നെ പോലീസ് തലപ്പത്ത് ഒന്നും വിളിച്ചിട്ടുമില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. വളരെ കുറച്ച് പേരൊക്കെ ഇപ്പോഴും അതിൻ്റെ ഇതിൽ തന്നെ നിൽക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ അറിഞ്ഞു, പത്രത്തിലൂടെയൊക്കെ കുറേ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട്. കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ബിജുവിന് നേരെ ഉണ്ടായതെന്നതിനാൽ മനുഷ്യാവകാശ കമ്മീഷനിലും ബിജു പരാതി നൽകിയിരുന്നു. എന്നാൽ ജോലി തിരികെ ലഭിച്ചതിനാൽ കേസുമായി മുന്നോട്ടു പോകേണ്ടെന്നാണ് ബിജുവിന്റെ തീരുമാനം. അതേസമയം ബോംബ് ഭീഷണി സംഭവത്തിൽ ബിജു എങ്ങനെ പ്രതിയായി ചിത്രീകരിക്കപ്പെട്ടു എന്നത് സംബന്ധിച്ച് വ്യക്തമായ വിശദീകരണം നൽകാൻ പോലീസ് ഇപ്പോഴും തയ്യാറായിട്ടില്ല. വേണ്ടത്ര ആസൂത്രണമില്ലാതെ മോക്ക് ഡ്രിൽ നടത്തിയ പോലീസിന്റെ അനാസ്ഥയ്ക്കിരയായ ബിജുവിന് ജോലി തിരികെ കിട്ടിയെങ്കിലും ബിജുവിനുണ്ടായ മാനഹാനിക്ക് ആരുത്തരം പറയുമെന്ന ചോദ്യമാണ് ഇനിയും അവശേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് മാവോയിസ്റ്റ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗവും സർവകക്ഷി യോഗവും ചേർന്നു. വയനാട് കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ജനപ്രതിനിധികളും ഉന്നത പോലീസ് മേധാവികളും പങ്കെടുത്തു. സംസ്ഥാനത്ത് മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ ഇത്തരം മേഖലകളിലെ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കാനും പോലീസ് നടപടികൾ ഊർജിതമാക്കാനും യോഗത്തിൽ തീരുമാനമുണ്ടായി. വയനാട് കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ജനപ്രതിനിധികൾ, പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ, ആഭ്യന്തര സെക്രട്ടറി നളിഞ്ഞേറ്റോ തുടങ്ങി വിവിധ വകുപ്പ് മേധാവികളും പങ്കെടുത്തു. യോഗത്തിൽ പൊതുവെ ആവശ്യമുയർന്നത് മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ച മേഖലകളിലെ വികസന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനാണ്. ഭൂമി, ഭവന പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ തുടങ്ങിയവ കാര്യക്ഷമമാക്കാൻ യോഗത്തിൽ തീരുമാനമുണ്ടായി. ഇതോടൊപ്പം പോലീസ് നടപടികളും കൂടുതൽ ശക്തമാക്കും. ഇത്തരം മേഖലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ കൂടുതൽ സേനയെ ലഭ്യമാക്കുകയും ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളായി ഉയർത്തുകയും ചെയ്യും. യോഗത്തിന് ശേഷം ആഭ്യന്തര വകുപ്പ് മന്ത്രി മാധ്യമങ്ങളെ കണ്ടു. ജില്ലാ പോലീസ് സൂപ്രണ്ട് വരെയുള്ള തലം ശക്തിപ്പെടുത്തുകയും ആവശ്യമായിട്ടുള്ള സേനയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുകയും ചെയ്യും. അതുപോലെ തണ്ടർബോൾട്ട്, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് തുടങ്ങിയിട്ടുള്ള നിരവധി സേനകളുടെ സേവനം ഈ മേഖലകളിൽ, വയനാട് മാത്രമല്ല ഈ മേഖലകളിൽ സജീവമാക്കുന്നതാണ്. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി യോജിച്ച് മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് ഈ സംസ്ഥാനങ്ങളിലെ ആഭ്യന്തരമന്ത്രിമാരുമായി ചർച്ച നടത്തും. വയനാട്ടിൽ മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ ഈ മാസാവസാനം ആഭ്യന്തരമന്ത്രി സന്ദർശനം നടത്തും. വിവിധ ആദിവാസി സംഘടനാ നേതാക്കളുമായി ഈ അവസരത്തിൽ അദ്ദേഹം ചർച്ച നടത്തും. ചുരുക്കത്തിൽ ആദിവാസി മേഖലകളിലെ വികസന പ്രശ്നങ്ങൾ മാവോയിസ്റ്റുകൾക്ക് സഹായകരമാവുന്നുണ്ടെന്ന വിലയിരുത്തലിൽ ഇത്തരം പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും പോലീസ് നടപടികൾ ശക്തമാക്കിയുമാണ് സംസ്ഥാന ഭരണകൂടം മാവോയിസത്തെ പ്രതിരോധിക്കാൻ ഇനി ശ്രമിക്കുക. അനൂപ് കയാർ, വയനാട്. വാളകം കേസ് CBI അട്ടിമറിക്കുന്നുവെന്ന് ആരോപണം. തന്റെ കാറിടിച്ചാണ് അധ്യാപകൻ കൃഷ്ണകുമാറിന് പരിക്കേറ്റതെന്ന് സമ്മതിക്കണമെന്ന് CBI ആവശ്യപ്പെട്ടുവെന്ന് ജാക്സൺ. കുറ്റം സമ്മതിക്കാൻ CBIയിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ മർദ്ദിച്ചുവെന്നും ജാക്സൺ പറയുന്നു. മുച്ചിറി മനോജുമായി ധാരണയിലെത്താനും CBI നിർബന്ധിച്ചതായും ജാക്സന്റെ വെളിപ്പെടുത്തൽ. വാളകത്ത് അധ്യാപകൻ കൃഷ്ണകുമാറിന് പരിക്കേറ്റത് വാഹനം ഇടിച്ചാണെന്ന കേരള പോലീസിന്റെ കണ്ടെത്തലിനപ്പുറം ഒന്നുമില്ലെന്ന അവസ്ഥയിലെത്തിക്കാൻ ഒടുവിൽ കേസിലെ പ്രധാന സാക്ഷി ജാക്സനെ CBI നിരന്തരം പീഡിപ്പിച്ചതായി പരാതി. അന്വേഷണ സംഘത്തിലെ കേരള പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലെത്തിയ SI ശൈലേഷ് കഴിഞ്ഞ ശനിയാഴ്ച തന്നെ മർദ്ദിച്ചുവെന്ന് ജാക്സൺ പറഞ്ഞു. മുച്ചിറി മനോജിന്റെ മുമ്പിൽ വെച്ചായിരുന്നു മർദ്ദനം. മുച്ചിറി മനോജുമായി ധാരണയിലെത്തണമെന്നും തന്റെ വാഹനമിടിച്ചാണ് കൃഷ്ണകുമാറിന് പരിക്കേറ്റതെന്ന് സമ്മതിക്കണമെന്നും CBI ആവശ്യപ്പെട്ടതായി ജാക്സൺ കൈരളി പീപ്പിളിനോട് വെളിപ്പെടുത്തി. CBIയുടെ മൗന സമ്മതത്തോടുകൂടിയാണ് എന്നെ മർദ്ദിച്ചതും മർദ്ദിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറഞ്ഞ് നീ ഇത് പുറത്തു പറഞ്ഞാൽ നിന്നെ കസ്റ്റഡിയിലെടുത്ത് ഞങ്ങൾ ഇൻട്രോഗേഷൻ ചെയ്യുമ്പം ഇതിലും വളരെ മോശമായ രീതിയിലായിരിക്കും
നിന്നെ ചോദ്യം ചെയ്യുന്നതെന്നും നിന്നെ കസ്റ്റഡിയിലെടുക്കുമ്പം നീ പുതിയ ജട്ടിയും ബെന്നിനും ഇട്ടുകൊണ്ട് വരണമെന്നാണ് ഇവർ പറഞ്ഞത്. മുച്ചുറി മനോജ് എന്നെ അടിക്കാനുള്ളൊരു ലൈസൻസ് ആണ് അവരവിടെ കൊടുത്തത്. ASP ഹരികുമാർ സാറിൻ്റെ മുന്നിൽ വെച്ചാണ് ഇത് സംഭവിച്ചത്. വാളകം കേസിൽ സാക്ഷി പറയണമെന്നാവശ്യപ്പെട്ട് CBI ആണ് തന്നെ തേടിയെത്തിയത്. മുച്ചറി മനോജ് അധ്യാപകൻ കൃഷ്ണകുമാറിനെ കാറിൽ നിന്ന് തള്ളിയിടുന്നത് താൻ കണ്ടുവെന്ന തന്റെ സാക്ഷിമൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ജാക്സൺ ആവർത്തിച്ചു വ്യക്തമാക്കി. തന്നെയും തന്റെ കുടുംബത്തെയും മാനസികമായി CBI തകർക്കുന്നു. സത്യം വെളിപ്പെടുത്തിയതിന്റെ പേരിൽ താൻ ഒറ്റപ്പെട്ടുവെന്നും ജാക്സൺ പറഞ്ഞു. അതേസമയം നുണപരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള സാങ്കേതിക പരിശോധനയിൽ ജാക്സന്റെ സാക്ഷിമൊഴി കളവാണെന്ന നിഗമനത്തിലാണ് CBI. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വാളകം സംഭവം അപകടമാണെന്ന് വരുത്തി തീർത്ത് അന്വേഷണം അവസാനിപ്പിക്കാൻ CBIയുടെ നീക്കം. രാജ്കുമാർ, കൊല്ലം. ചലച്ചിത്രമേളയ്ക്കെത്തിയവർ തിരുവനന്തപുരം കൈരളി തിയേറ്ററിന് മുന്നിൽ ചുംബന സമരം നടത്തി. കപട സദാചാരത്തിനെതിരെയാണ് സമരം നടന്നത്. സമരത്തിനിടെ പ്രതിഷേധക്കാരും ചുംബന സമര അനുകൂലികളും തമ്മിൽ സംഘർഷമുണ്ടായി. കാഴ്ചയിലേക്ക്. ന്യൂ ജനറേഷന്റെ പുത്തൻ സമരരീതികൾക്കാണ് IFFKയുടെ പ്രധാന വേദിയായ കൈരളി തിയേറ്റർ സമുച്ചയം സാക്ഷ്യം വഹിച്ചത്. ചുംബന സമരങ്ങളടക്കമുള്ള സമരങ്ങൾ IFFK വേദികളിൽ നടക്കുമെന്ന് സംഘാടകർക്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. ആദ്യ ഷോ കഴിഞ്ഞുടൻ തന്നെ ചുംബന സമരം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ലഘുലേഖകൾ തിയേറ്റർ പരിസരത്ത് പതിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ബാരിക്കേഡുമായി കനത്ത പോലീസ് കാവലിലായിരുന്നു തിയേറ്റർ സമുച്ചയം. മാധ്യമപ്രവർത്തക KK ഷാഹിന, ജയദേവിക, അശ്വതി സേനൻ, ഹരീഷ് വാസുദേവൻ, അനില തറയത്ത് എന്നിവരായിരുന്നു ചുംബന സമരത്തിന്റെ സംഘാടകർ. കോഴിക്കോടും കൊച്ചിക്കും പിന്നാലെ കേരളത്തിൽ നടന്ന മൂന്നാമത്തെ ചുംബന സമരമായിരുന്നു ഇത്. കൊച്ചിയിൽ നിന്നും നമ്മൾ തുടങ്ങി വെച്ച സമരം മനുഷ്യർ പരസ്പരം സ്നേഹിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്തുകൊണ്ട് ഫാസിസത്തെ പ്രതിരോധിക്കുക എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ട് നമ്മൾ നടത്തുന്ന സമരമാണ്. സ്നേഹം തന്നെയാണ് ഏറ്റവും മൂർച്ചയേറിയ സമരമെന്നും അതുകൊണ്ട് തന്നെയാണ് ഈ സമരരീതി സ്വീകരിച്ചതെന്നും സംഘാടകർ പറയുന്നു. അതേസമയം കിസ് ഓഫ് ലവിനെ എതിർത്ത് ഒരു വിഭാഗം രംഗത്ത് വന്നതോടെ കൈരളി തിയേറ്റർ സമുച്ചയം സംഘർഷഭരിതമായി. സംഘാടകരും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി. കപട സദാചാരത്തിനെതിരെയും ഫാസിസത്തിനെതിരെയും പൊതുയിടങ്ങൾ കയ്യേറുന്നതിനുമുള്ള പ്രതിഷേധമാണ് കിസ് ഓഫ് ലവിലൂടെ ഇവിടെ നടന്നത്. IFFK പോലുള്ള ജനകീയ വേദികളെ പ്രയോജനപ്പെടുത്താനാണ് കിസ് ഓഫ് ലവിന്റെ സംഘാടകർ ശ്രമിച്ചത്. തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം മെറിൻ മേരി ചാക്കോ. ശബരിമല സന്നിധാനത്ത് സന്നദ്ധ സംഘടനകൾ നടത്തിവന്ന അന്നദാനത്തിന് അമിത ഫീസ് ഈടാക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഹൈക്കോടതി തടഞ്ഞ സാഹചര്യത്തിൽ ഉത്തരവ് പരിശോധിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് ദേവസ്വം അധികൃതർ പറഞ്ഞു. അന്നദാനത്തിന്റെ മറവിൽ സംഘടനകൾ വ്യാപകമായി പണപ്പിരിവ് നടത്തുന്നുവെന്ന് അധികൃതർ ആരോപിക്കുമ്പോൾ സന്നിധാനത്തെ ഹോട്ടൽ ലോബിയെ സഹായിക്കാനുള്ള ഗൂഢാലോചനയെന്നാണ് അന്നദാതാക്കളുടെ ആരോപണം. ഭക്തജനലക്ഷങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ് സന്നിധാനത്തെ അന്നദാനം. ദേവസ്വം ബോർഡിനോടൊപ്പം നിരവധി സന്നദ്ധ സംഘടനകളും സന്നിധാനത്ത് അന്നദാനം നടത്തുന്നുണ്ട്. എന്നാൽ അടുത്ത കാലത്ത് ദേവസ്വം ബോർഡ് വിചിത്രമായൊരു ഉത്തരവ് പുറത്തിറക്കി. അന്നദാനം നടത്തണമെങ്കിൽ ദിവസവും 10,000 രൂപ ദേവസ്വം ബോർഡിന് നൽകണമെന്നായിരുന്നു ആ ഉത്തരവ്. മാത്രമല്ല, മകരവിളക്ക് ദിവസങ്ങളിൽ ഈ തുക ഉയർന്ന് 1 ലക്ഷമായി മാറും. മാസപൂജാ വേളയിൽ 5,000-ഉം കൂടാതെ ശുദ്ധീകരണത്തിനായി 1 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഈ ഉത്തരവിനെതിരെ വർഷങ്ങളായി അന്നദാനം നടത്തിവരുന്ന സംഘടനകൾ ഹൈക്കോടതിയെ സമീപിക്കുകയും നിലവിലെ ഉത്തരവ് കഴിഞ്ഞ ദിവസം കോടതി തടയുകയും ചെയ്തു. പുതിയ സാഹചര്യത്തിൽ അപ്പീലിന് ശ്രമിക്കാതെ നിലവിലെ കോടതി ഉത്തരവ് പാലിക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ VS ജയകുമാർ പറഞ്ഞു. ബോർഡിൽ നിന്നും ഇതിൻ്റെ അറിയിപ്പ് ലഭിക്കുന്നതനുസരിച്ച് കോടതി വിധിക്ക് അനുസൃതമായ മാറ്റങ്ങൾ ഇതിൻ്റെ അനുമതിക്കായി കൈക്കൊള്ളുന്നതാണ്. എന്നാൽ സന്നിധാനത്തെ ഹോട്ടൽ ലോബിയുമായുള്ള ഗൂഢാലോചനയാണ് അന്നദാനത്തിന് അമിത ഫീസ് ഈടാക്കാനുള്ള ദേവസ്വം ബോർഡ് തീരുമാനമെന്ന് അന്നദാതാക്കളും ആരോപിക്കുന്നു. ഒപ്പം കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നതായും അവർ പറഞ്ഞു. ആ അയ്യപ്പന്മാർക്ക് മുഴുവനും അന്നദാനം കൊടുക്കേണ്ട ചുമതല ഓരോരോ അയ്യപ്പനും ഉണ്ട്. ആ രീതിയിലാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ടുള്ളത്. വളരെ സന്തോഷമുള്ള കാര്യമാണത്. ദേവസ്വം ബോർഡും ഹോട്ടലുകളും സംഘടനകളും തമ്മിൽ തർക്കങ്ങൾ മുറുകുമ്പോഴും അയ്യപ്പ സന്നിധിയിലെത്തുമ്പോൾ ഒരു നേരത്തെ അന്നം വൃത്തിയോടും തൃപ്തിയോടും കിട്ടണമെന്ന ഒരേ ഒരു ആഗ്രഹം മാത്രമാണ് തീർത്ഥാടകർക്ക്. ക്യാമറമാൻ വിനോദിനൊപ്പം BG മനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, സന്നിധാനം. 13 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡിസംബർ 13-നായിരുന്നു രാജ്യത്തെ നടുക്കിയ ആക്രമണം നടന്നത്. ഇന്ത്യൻ പാർലമെന്റിലേക്ക് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 12 പേരാണ് അന്ന് മരണമടഞ്ഞത്. അന്ന് രക്തസാക്ഷികളായവർക്ക് രാജ്യത്തിന്റെ ആദരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തുടങ്ങി നിരവധി പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു.
ആ റിപ്പോർട്ടുമായി ഇന്നിവിടെ പറയുന്നു. ശുഭരാത്രി. 2001 ഡിസംബർ 13 രാജ്യം ഞെട്ടിവിറച്ച ദിനം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിന് നേരെ ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ 5 തീവ്രവാദികളടക്കം 12 പേരാണ് മരണമടഞ്ഞത്. AK-47 അടക്കം സ്ഫോടന സാമഗ്രികളുമായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്റ്റിക്കർ പതിച്ച അംബാസഡർ കാറിലായിരുന്നു അക്രമികൾ പാർലമെന്റിലെത്തിയത്. ആഭ്യന്തരമന്ത്രിയായിരുന്ന LK അദ്വാനിയും ഉപരാഷ്ട്രപതിയും മറ്റു മന്ത്രിമാരും പാർലമെന്റിലുണ്ടായിരുന്നു. സുരക്ഷാ ഭടന്മാരുടെ പ്രതിരോധമായിരുന്നു അക്രമത്തിൽ നിന്നും ഇവരെ രക്ഷിച്ചത്. പിന്നീട് പാർലമെന്റ് അക്രമത്തിലെ മുഖ്യ സൂത്രധാരനായ അഫ്സൽ ഗുരുവിനെ ദില്ലി പോലീസ് ജമ്മു കാശ്മീരിൽ നിന്നും അറസ്റ്റ് ചെയ്തു. തുടർന്ന് അഫ്സൽ ഗുരുവിനെ ഡിസംബർ 18 ദില്ലി ഹൈക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപ്പീൽ കോടതി തള്ളുകയും 2005 ആഗസ്റ്റ് 4 വധശിക്ഷ ശരിവെച്ച് 2006 ഒക്ടോബർ 20 വധശിക്ഷ നടപ്പിലാക്കാൻ ഉത്തരവിടുകയും ചെയ്തു. പിന്നീട് അഫ്സൽ ഗുരുവിന്റെ ഭാര്യ നൽകിയ ദയാഹർജിയിൽ വധശിക്ഷ തൽക്കാലം സ്റ്റേ ചെയ്തെങ്കിലും 2013 ഫെബ്രുവരി 9 തിഹാർ ജയിലിൽ വെച്ച് അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ നടപ്പിലാക്കി. പാർലമെന്റ് അക്രമം കഴിഞ്ഞ് തീവ്രവാദ നിരോധന നിയമങ്ങളടക്കം തീവ്രവാദികളെ നേരിടാൻ നിരവധി സംവിധാനങ്ങൾക്ക് സർക്കാർ രൂപം നൽകിയിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തീരാ കളങ്കമായാണ് പാർലമെന്റ് അക്രമം ഇന്നും ഓർമ്മിക്കുന്നത്. ബിജേഷ് നടുവിൽ, ദില്ലി.